ഈശ്വരനെ പ്രകൃതി ശക്തികളിലൂടെ, കാണാൻ പറ്റാത്ത ഈശ്വരനെ പ്രകൃതി ശക്തികളിലൂടെ ആരാധിച്ചിട്ടുണ്ടാവുക. പക്ഷെ ഈ ആരാധന കൊണ്ടൊന്നും അവന്റെ മനസ്സിന് സംതൃപ്തി വന്നിട്ടുണ്ടാവില്ല. അപ്പോഴായിരിക്കും അവന്റെ ഉള്ളിൽ ജിജ്ഞാസ വികസിച്ചത്. എന്തായിരിക്കണം ഭാരതീയ സംസ്കാരത്തെ ജനിപ്പിച്ച അതിഗംഭീരമായൊരു ജിജ്ഞാസ? നമ്മൾ ഉപനിഷത്തുകളിലേക്കൊക്കെ നോക്കിയാൽ നമുക്ക് കാണാം, മനുഷ്യൻ നോക്കുന്ന സമയത്ത് അവൻ കാണുന്ന ഒരു അനുഭവം മരണമാണ്. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ പ്രകൃതിയിലുള്ള ഏത് ജീവജാലങ്ങളെപ്പോലെ, ചെടികളെപ്പോലെ, മൃഗങ്ങളെപ്പോലെ അവന്റെ ശരീരവും ചീഞ്ഞളിഞ്ഞ് മണ്ണിലേക്ക് ചേരുന്നു. ചെടികളും അങ്ങനെ തന്നെയാണ്, മൃഗങ്ങളും അങ്ങനെ തന്നെയാണ്, എല്ലാം അങ്ങനെയാണ്. അപ്പൊ പ്രകൃതിയിലേക്ക് ചേരുന്നു എന്നതുകൊണ്ട് അവൻ മനസ്സിലാക്കി ഇതെല്ലാം വന്നിരിക്കുന്നത് എവിടെ നിന്നാണ്? പ്രകൃതിയിൽ നിന്നാണ്. അന്ന് മനുഷ്യൻ ഒരു പാഠം പഠിച്ചു കാണും, പ്രകൃതിയിൽ നിന്ന് വന്നതെല്ലാം പ്രകൃതിയിലേക്ക് തിരിച്ചു പോകും. പുറത്തു വയ്ക്കണേ, പ്രകൃതിയിൽ നിന്ന് വന്നതെല്ലാം പ്രകൃതിയിലേക്ക് പോകും. അവൻ അവിടം കൊണ്ടും നിന്നില്ല. അവന്റെ ജിജ്ഞാസ അടുത്തൊരു ചോദ്യത്തിലേക്കായിരുന്നു. എങ്കിൽ ഈ വ്യത്യസ്ത സ്വഭാവ വിശേഷങ്ങളുള്ള, ഭയവും ദുഃഖവും അനുഭവിച്ച, വ്യത്യസ്ത അറിവുകളും കഴിവുകളുമുള്ള ഈ മനസ്സ് എവിടെ നിന്ന് വന്നു? ചോദ്യം മനസ്സിലായോ? വ്യത്യസ്ത സ്വഭാവവിശേഷമുള്ള, അറിവും കഴിവുമുള്ള ഈ മനസ്സ് എവിടെ നിന്ന് വന്നു? ഈ ചോദ്യം അവരെ വളരെയധികം ചിന്തിപ്പിച്ച ചോദ്യമാണ്. ഭാരതീയ സംസ്കാരത്തിന്റെ ഉറവിടെന്ന് പറയുന്നത് ഈ ചോദ്യത്തിൽ നിന്നാണ്. മനസ്സ് എവിടെ നിന്ന് വന്നു? അപ്പൊ അവര് ചിന്തിച്ചു, മനസ്സ് വന്നത് പ്രകൃതിയിൽ നിന്നാവോ? മനസ്സ് വന്നിരിക്കുന്നത് പ്രകൃതിയിൽ നിന്നാവോ? അവർക്ക് മനസ്സിലായി, മനസ്സ് വന്നത് എവിടെ നിന്നല്ല? പ്രകൃതിയിൽ നിന്നല്ല. എന്തുകൊണ്ട് പ്രകൃതിയിൽ നിന്നല്ല? എന്തുകൊണ്ട് പ്രകൃതിയിൽ നിന്നല്ല? പ്രകൃതിയിൽ നിന്നായിരുന്നു എങ്കിൽ അത് പ്രകൃതിയിലേക്ക് തിരിച്ചു പോകും, ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്, പ്രകൃതിയിൽ നിന്ന് വന്നിരുന്നു എങ്കിൽ അച്ഛൻ്റെയും അമ്മയുടെയും ശരീരത്തിൽ നിന്നാണ് ഈ ശരീരം ഉരുത്തിരിഞ്ഞെങ്കിൽ, അച്ഛൻ്റെയും അമ്മയുടെയും ശരീരത്തിൽ നിന്നാണ് മനസ്സുരുത്തിരിഞ്ഞെങ്കിൽ, തീർച്ചയായിട്ടും ആ മനസ്സ് പരിപൂർണമായി അച്ഛൻ്റെയും അമ്മയുടെയും ഒരുപോലെയുള്ളതായിരിക്കണം, സ്വഭാവമുള്ളതായിരിക്കണം. അവര് നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി, ഒരു അച്ഛനും അമ്മയ്ക്കും 4 കുട്ടികളുണ്ടെങ്കിൽ 4 പേരുടെയും മനസ്സൊരുപോലെയല്ല. അവർ കണ്ടെത്തിയ ഒരു വലിയ കണ്ടെത്തൽ, വൈവിധ്യങ്ങളാണ് മനസ്സ്. എന്താണ്? ഒരു മനസ്സുപോലെ പരിപൂർണമായി മറ്റൊരു മനസ്സ് ഇവിടെ ഇല്ല. ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് സമാനതകൾ ഉണ്ടെങ്കിലും, രാവിലെ ചായ കഴിക്കണോ, ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കണോ, വൈകുന്നേരം ചായ കഴിക്കണോ, ഇത്തരത്തിലുള്ളൊക്കെ സമാനതകളൊക്കെ നമുക്കുണ്ടെങ്കിലും പരിപൂർണമായി ഒരാളുടെ സ്വഭാവം പോലെയല്ല മറ്റൊരാളുടെ സ്വഭാവം. ചോദിക്കട്ടെ ഒരു ചോദ്യം, നിങ്ങളുടെ അതേപോലെ ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി മൈൻഡ്, അതേ സ്വഭാവമുള്ള ഒരാളെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടോ? ആർക്കെങ്കിലും ഉണ്ടോ? ഇതുവരെ ഈ ലോകത്തിൽ ഒരാൾക്കും, ഞാനിപ്പോ എത്രയോ സപ്താഹങ്ങളിൽ പോയിട്ടുണ്ട്, അവിടെയൊക്കെ ചോദിച്ചിട്ട് അവർ ഉത്തരം പറഞ്ഞില്ല എന്നാണ്. ഇനിയിപ്പോ എറണാകുളത്തായിട്ട് ഉണ്ടാവും തോന്നുന്നില്ല. മനസ്സിലായില്ലേ? ഒരു മനസ്സ് പോലെ വേറൊരു മനസ്സ് ഇല്ല. അപ്പൊ പിന്നെ ഈ മനസ്സ് എവിടെ നിന്ന് വന്നു? ഇതായിരുന്നു ഋഷിമാരെ അലട്ടിയ ചോദ്യം. ഹിന്ദു മതത്തിന്റെ കാതലായ ചോദ്യമാണ് ഈ ചോദ്യം. വാട്ട് ഈസ് ഹിന്ദു റിലീജിയൻ എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ, വാട്ട് ഈസ് ഇന്ത്യൻ കൾച്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
ഭാരതീയ സംസ്കാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ഇതാണ്: മനസ്സ് എവിടെ നിന്ന് വന്നു എന്ന് അന്വേഷിച്ച് കണ്ടെത്തിയ സംസ്കാരമാണ് ഭാരതീയ സംസ്കാരം. അപ്പൊ എവിടുന്നാ മനസ്സ് വന്നത്? നമ്മൾ ഉത്തരം ഇപ്പോഴും കണ്ടെത്തിയില്ലല്ലോ. പ്രകൃതിയിൽ നിന്നല്ല. സാധാരണ നമ്മൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പറയാ ആള് മരിച്ചു പോയിട്ടോ. എങ്ങോട്ട് പോയി? ട്രിവാൻഡ്രത്തേക്കോ? ആള് മരിച്ചുപോയി. എങ്ങോട്ട് പോയി? എങ്ങടാ പോയതെന്ന് അറിയില്ല, പക്ഷെ ആള് മരിച്ചുപോയി. ഈ മരിച്ചുപോയി എന്ന് പറയുന്നത് എന്താ പോയത്? ശരീരം പോയോ? ഈ ശരീരം അവിടെ കിടക്കുന്നില്ലേ? പോട്ടെ, നമ്മൾ തൽക്കാലം എങ്ങനെയൊക്കെ എടുക്കുക. അപ്പൊ നിങ്ങൾ ജീവൻ എന്ന് പറയും, ആത്മാവെന്ന് പറയും, പ്രാണൻ എന്ന് പറയും, ഒക്കെ പറഞ്ഞോളൂ. പക്ഷെ മനസ്സുണ്ടോ? അതില് മനസ്സുണ്ടോ? ആദ്യം ജീവനല്ല പോകുന്നത്. ഈവൻ മെഡിക്കൽ സയൻസിലൊക്കെ നിങ്ങൾ ഡോക്ടർമാർ പറയുന്നത്, പിന്നെ ഇന്ന് അനുഭവമാണല്ലോ, പണ്ടത്തെക്കാളും അനുഭവമല്ലേ നമുക്ക്. ഡോക്ടർമാർ പറയുന്നു വേണ്ടല്ലോ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ കണ്ണും അയാളുടെ കിഡ്നിയും എടുക്കാലോ, ഇല്ലേ? എത്ര സമയം കൊണ്ട് എടുക്കണം? 3 മണിക്കൂർ വെച്ചോളൂ. ഈ 3 മണിക്കൂറിൻ്റെ ഉള്ളിൽ അയാളുടെ കിഡ്നിയും ഹാർട്ടൊക്കെ എടുത്ത് മാറ്റാം, കണ്ണൊക്കെ എടുക്കാം. പക്ഷെ ഈ 3 മണിക്കൂർ അയാളുടെ ശരീരം കീറി മുറിക്കുമ്പോൾ അയാൾക്ക് പെയിൻ അറിയൂ? അപ്പൊ എന്താ ഇല്ലാത്തത്? കീറി മുറിച്ചാൽ അയാൾക്ക് പെയിൻ ഇല്ല, പക്ഷെ അയാളിൽ അപ്പോഴും എന്തുണ്ട്? കൺഫ്യൂഷൻ ആയല്ലോ നിങ്ങള്. ജീവനാണോ മനസ്സാണോ? നിങ്ങളെ ബോധം കെടുത്തിയാൽ, നിങ്ങളെ കീറി മുറിക്കുമ്പോൾ നിങ്ങളുടെ ജീവനുണ്ടോ മനസ്സുണ്ടോ? മനസ്സുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അറിയുന്നില്ല, അല്ലേ? ജീവനുണ്ട്, പക്ഷെ നിങ്ങൾ വേദന അറിയുന്നു. ഇതുപോലെ മരിച്ച ആ വ്യക്തിയെ കീറി മുറിച്ച് വല്ലതൊക്കെ എടുക്കുന്ന സമയത്ത് അയാൾക്ക് അതെടുക്കാൻ സാധിക്കുന്ന അതിൽ ജീവനുള്ളതുകൊണ്ടാണ്. പക്ഷെ അതിലെന്തില്ല. അപ്പൊ ആദ്യം വിട്ടുപോകുന്നത് ആരാണ്? മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാ പറയുന്നത്രേ, ഈ മൃഗങ്ങളെയൊക്കെ കൊന്ന് പെട്ടെന്ന് വേവിച്ചു കഴിക്കുമ്പോഴേ അതിനെ കൊന്ന പാവം നമുക്കുണ്ട് എന്ന്. അതുകൊണ്ട് നമുക്കൊരു സിദ്ധാന്തമുണ്ട്. എന്ത്? കൊന്നാ പാപം കഴിഞ്ഞല്ലോ പണി. ഇപ്പൊ അതിന്റെ പാപം നമുക്കില്ലല്ലോ. അപ്പോ മനസ്സ് ആദ്യം പോണു, പിന്നെയാണ് ജീവന്റെ പ്രകടനം ഇല്ലാതെയാവും. നിൽക്കട്ടെ. അപ്പൊ മനസ്സ് പോയി എന്ന് പറയണം. എവിടേക്ക് പോയി മനസ്സ്? എന്തിനു പോയി മനസ്സ്? ഇതാണ് അവർ ചിന്തിപ്പിച്ചിട്ടുണ്ടാവുക, ഈ വിഷയങ്ങളൊക്കെ. അപ്പൊ നമ്മുടെ ചോദ്യത്തിന് ഉത്തരമായില്ല ഇപ്പോഴും. എന്താ ചോദ്യം? മനസ്സ് എവിടെ നിന്ന് വന്നു, ഇപ്പൊ എവിടേക്ക് പോയി? ഇതാണ് ഭാരതീയ സംസ്കാരം. അപ്പോ അവര് ചിന്തിച്ചത്, അവര് മനസ്സിലാക്കിയത്, എളുപ്പം അതിനൊരു ഉത്തരം അവർ കണ്ടെത്തിയത്, ശരീരം പ്രകൃതിയിലേക്ക് പോവാൻ കാരണം എന്തായിരിക്കണം? അത് പ്രകൃതിയിൽ നിന്ന് വന്നു, അതിനെ നിലനിർത്തുന്നതും. അപ്പൊ ഈ ശരീരത്തെ നിലനിർത്താൻ നമുക്ക് പ്രകൃതിയിൽ നിന്ന് 5 സാധനങ്ങൾ വേണം. എന്തൊക്കെയായിരിക്കണം? ആഹാരം വേണം. ഇതാര് തരണം? ഭൂമി തരണം. അപ്പൊ ഈ ശരീരത്തിൽ നിലനിൽക്കാൻ ആരുടെ ആവശ്യമുണ്ട്? ഭൂമിയുടെ. കുടിക്കാൻ വെള്ളം വേണം, അത് പ്രകൃതി തരണം. പിന്നെ ശ്വസിക്കാൻ വായു വേണം. ഈ ശരീരത്തിൽ ആഹാരാദികൾ ദഹിക്കാൻ, ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യാൻ അഗ്നി വേണം. പിന്നെ ഈ ശരീരത്തിന് സഞ്ചരിക്കാൻ പുറത്തും അകത്തും ഭക്ഷണമുള്ളിൽ എത്തണമെങ്കിലൊക്കെ സ്പേസ് വേണം. അപ്പൊ ഈ ശരീരത്തിന് നിലനിൽക്കാൻ ആരൊക്കെ വേണം? ഭൂമി വേണം, വെള്ളം വേണം, അഗ്നി വേണം, വായു വേണം, ആകാശം. ഇതിനെ വിളിക്കുന്നത് പഞ്ചഭൂതങ്ങൾ. അപ്പൊ ശരീരം പഞ്ചഭൂതത്തിൽ നിന്ന് വന്നു, പഞ്ചഭൂതത്താൽ നിലനിർത്തി ശരീരം തിരിച്ചു പോകുന്നത് പഞ്ചഭൂതത്തിലേക്ക്.
ആണല്ലോ. എന്നാൽ മനസ്സിനെ നിലനിർത്തുന്നത് ഈ പഞ്ചഭൂതാണോ? ആണോ? അല്ല. അതെങ്ങനെ മനസ്സിലായി? ശരീരം ഇല്ലാതിരിക്കുമ്പോഴും മനസ്സ് നിലനിൽക്കുന്നുണ്ടോ? ഉണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ശരീരം മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശരീരം വിട്ടുപോയി എന്ന് പറയുന്നത്. ഈ ചോദ്യത്തിന് ഉത്തരം ചിന്തിക്കും നിങ്ങൾ. ചോദ്യം ഇതാണ്: ശരീരം ഇല്ലാതെയും ശരീരബോധമില്ലാതെയും മനസ്സ് നിലനിൽക്കുമോ? അപ്പൊ ശരീരബോധമില്ലാതെയും മനസ്സ് പ്രവർത്തിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സ് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ പിന്നെ മനസ്സിനെ ആരാ നിലനിർത്തുന്നത്? പഞ്ചഭൂതങ്ങളല്ല. ശരീരമില്ലാതെയും ആര് നിലനിൽക്കുന്നുണ്ട്? മനസ്സ് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ആരാണ് ഈ മനസ്സിനെ നിലനിർത്തുന്നത്? അപ്പോ അവര് മനസ്സിലാക്കി, വളരെ ശ്രദ്ധിക്കണേ പറയുന്നത്, മനസ്സ് ഉറങ്ങുന്നുണ്ട്, ഉണരുന്നുണ്ട്, ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്. ആരാണോ മനസ്സിനെ ഉണർത്തുന്നത്, ആരാണോ മനസ്സിനെ ഉണർന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കുന്നത്, ഏതൊരു ശക്തിയാണോ മനസ്സ് ഉറങ്ങുമ്പോഴും അതിനെ നിലനിർത്തുന്നത്, അത് തന്നെയായിരിക്കണം മനസ്സിന്റെ ഉറവിടം. ഒന്നുകൂടി വ്യക്താക്കാം. നിങ്ങൾ രാവിലെ എണീക്കുന്ന സമയത്ത് ആദ്യം നിങ്ങളുടെ ശരീരമാണോ ഉണരുന്നത് അതോ മനസ്സാണോ? അപ്പോ ശരീരം ഉണരുന്നതിന് മുമ്പ് ആര് ഉണരണം? രാവിലെ ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ, ഉണരണ്ടേ സമയത്തിന് കുറച്ചുകൂടി കിടക്കാം. സൺഡേ ഒക്കെ ആണെങ്കിൽ ആകെ സൺഡേ ആണ് മനസ്സിൽ, അല്ലേ? ഇന്ന് സൺഡേ അല്ലേ, എന്തിനാ എണീക്കണേ? എന്നാലും എണീക്കുകയാണ്, ശീലമുള്ളതല്ലേ, കുറച്ച് പാടുണ്ട്. ഇതെല്ലാം ഡിസ്കഷൻ, ഒരു ഗീത ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട് നമ്മുടെ ഉള്ളില്. അർജുന ശ്രീകൃഷ്ണ സംവാദമൊക്കെ. ഉത്തിഷ്ഠാന്ന ബുദ്ധി പറയുമ്പോൾ മനസ്സ് വരെ കിടന്നോളൂ, എളുപ്പം അങ്ങനെയുണ്ട്. ശരി, മനസ്സിനെ ഉണർത്തിയതോ? മനസ്സും ബുദ്ധിയും ഒക്കെ ഒരു ഭാഗം തന്നെയാണ്. അപ്പം നമ്മൾ എത്തിച്ചേരുന്നത് മരിച്ച ശരീരത്തിൽ ഉണരാത്തതിന് കാരണം, മരിച്ച ഒരു ബോഡിയിൽ മനസ്സ് ഉണരാത്തതിന് കാരണം ആ ശരീരത്തിൽ ഒരു ചൈതന്യ തേജസ്സില്ല. നമ്മുടെ ശരീരത്തിൽ മനസ്സുണരാൻ കാരണം ഒരു ചൈതന്യമുള്ളത് കൊണ്ടാണ്. ചൈതന്യമുണ്ടെങ്കിലേ മനസ്സിന് ഉണരാൻ സാധിക്കുകയുള്ളൂ. ചൈതന്യമുണ്ടെങ്കിലേ മനസ്സിനുണർന്ന് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ചൈതന്യമുണ്ടെങ്കിലേ മനസ്സിന് ഉറക്കത്തിലും നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ പൂർവികന്മാരെ മനസ്സിലാക്കി, മനസ്സിന്റെ ഉറവിടം, അതിനെ ഉണർത്തുന്ന, അതിനെ ഉണർത്തി പ്രവർത്തിപ്പിക്കുന്ന, അത് ഉറങ്ങിയാലും അത് നിലനിർത്തുന്ന ചൈതന്യമാണ്. ആ ചൈതന്യത്തെ നോക്കിക്കൊണ്ട് അവർ പറഞ്ഞു, ഇത് തന്നെയാണ് ഈശ്വരൻ, ഇത് തന്നെയാണ് ഈശ്വരൻ. ഏതാണ് ഈശ്വരൻ? എങ്ങനെയുള്ള ചൈതന്യം? ഉണർത്തുന്ന, ഉണർത്തി പ്രവർത്തിപ്പിക്കുന്ന, ഉറക്കത്തിലും അതിനെ നിലനിർത്തുന്ന ശക്തിയാണ് ഈശ്വരൻ. ഋഷി ഉറക്ക വിളിച്ചു പറഞ്ഞു, ഇത് തന്നെയാണ് ബ്രഹ്മം എന്ന് പറഞ്ഞു. ഇതിനെയാണ് ബ്രഹ്മം, ഇതാണ് സത്യം. ഇതിൽ നിന്ന് അന്യമായൊരു സത്യം വേറെയില്ല. അതുകൊണ്ട് ഋഷിയുടെ ഉള്ളിൽ നിന്ന് വന്ന വാക്കുകൾ, മയ്യേവ സകലം ജാതം മയി സർവം പ്രവർത്തിതം മയി സർവം ലയം യാതി